വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തെ തലയോലപ്പറമ്പിലാണ് ഞാൻ ജനിച്ചത്. പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് ഞാൻ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലും ഞാൻ അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കു മുന്നിൽ എൻ്റെ ചില കൃതികളും അതിലെ പ്രധാന കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ സഹോദരി പാത്തുമ്മയെ പരിചയപ്പെട്ടാലോ? ഞാൻ പാത്തുമ്മ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹി മൂത്ത സഹോദരി. ബഷീറിനും കുടുംബാംഗങ്ങളും നിറഞ്ഞ നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം. ഇനി വരുന്നത് പോക്കര്. മകൾ എന്ന കൃതിയിലെ നാവാണ്. കടിയറവ് പറഞ്ഞ എനിക്ക് ഒടുവിൽ ഒരു പോം വഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടത് വന്ന് കണ്ണൻ പോക്കരുടെ ഓമന മകളാണ്. സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ. മുത്തപ്പയെ മുച്ചീട്ടു കളിയിൽ ജയിപ്പിച്ചത് ഞാനാണ്. എനിക്ക് നല്ല ബുദ്ധിയാണ്. പോക്കച്ചെടി അത്ര മോശം കലയല്ല എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് എന്റെ വിശ്വാസം. സൈനബയുടെ സഹായത്തോടെ മുച്ചീട്ടുകളിൽ വിജയിച്ച എനിക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമായി. അല്ല, ഇതാര് തോമയോ? മാനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഞാൻ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്ക് എന്തിനാ പൊൻകുരിശി എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ച ആളാണ്. അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് എനിക്ക് കിട്ടിയത്. ഞാൻ സാറമ്മ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് ഞാൻ. കേശവൻ നായരുടെ പ്രേമഭാജനമായ സാറമ്മ ശമ്പളത്തിനു വേണ്ടി പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെ കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കുന്നത്. ഇതാരും മജീദോ? ഞാൻ മജീദ്. ബാല്യകാല സഖി എന്ന നോവലിലെ നായകൻ. ഒന്നും ചേർത്താൽ ഇങ്ങനെ വല്ല 1 എന്നാണ് ഉത്തരം ഞാൻ കണ്ടെത്തുന്നത്. വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നായകൻ കഥാപാത്രമാണ് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായും നിങ്ങൾ എന്റെ പുസ്തകം വായിച്ച് ഇവരെ എല്ലാം വിശദമായി പരിചയപ്പെടണം. എന്നാൽ ഇനി ഞാൻ പോകുന്നു.